കേരളത്തിൻ്റെ രാഷ്ട്രീയ തട്ടകത്തിൽ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ഖ്യാതി കേട്ടത് കേരള കോൺഗ്രസിനായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ, അല്ലെങ്കിൽ UDF എന്ന കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. KM മാണിയുടെ കാലത്ത് അത്രമേൽ പ്രൗഢഗംഭീരമാർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് പാർട്ടി പിന്നീട് പിളർന്ന് പിളർന്ന് വളർന്ന് ഇപ്പോൾ തളർന്നതുപോലെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിക്ക് ചില തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അധികാര കൊതിയോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ലഭിക്കുവാൻ പോകുന്ന MP MLA സീറ്റുകളൊക്കെ മോഹിച്ചുകൊണ്ട് പലരും കേരള കോൺഗ്രസിനെ വെട്ടിക്കീറി രണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ പാർട്ടി ഒന്നുകൂടി ക്ഷയിക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുന്നു. പലരും പാർട്ടി വിടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതും തുടർക്കഥയാവുകയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ ജോസഫ് ഗ്രൂപ്പ് വിട്ടു. കേരള കോൺഗ്രസ് എമ്മിൽ ചേരുകയും ചെയ്തു. ജോസഫ് ഗ്രൂപ്പിന് പ്രവർത്തകർ ഉള്ള തൊടുപുഴയിൽ ഇതിലും പരിതാപകരമാണ് അവസ്ഥ. PJ ജോസഫിന്റെ വിശ്വസ്തരായിരുന്നവർ പോലും പാർട്ടി വിടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്തു. ജോസഫ് വിഭാഗത്തിന്റെ തൊടുപുഴയിലെ ഏറ്റവും ജനപ്രിയരായ നേതാക്കളെ വെട്ടിനിരത്തിയതിൽ പ്രവർത്തകർക്കിടയിലും കടുത്ത അമർഷം പുകയുകയാണ്. 20 വർഷക്കാലം തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ഉന്നത അധികാര സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, പാർട്ടിയുടെ വൈസ് ചെയർമാനും തൊടുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് PJ ജോസഫിന്റെ നാവായി നിന്നും പ്രവർത്തിച്ച ജോസഫ് ജോൺ എന്നിവരെ തൊടുപുഴയിലെ കേരള കോൺഗ്രസ് വേദികളിൽ ഇപ്പോൾ കാണാറേ ഇല്ല എന്നതും അണികൾക്കിടയിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ജോൺ വിജയിച്ചപ്പോൾ അദ്ദേഹമായിരിക്കും ചെയർമാൻ ആവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ജോസഫ് ജോൺ ചെയർമാൻ ആകുന്നതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം UDFിലുണ്ടായിരുന്നു. അവരിൽ ചിലർ നടത്തിയ ഉപജാപങ്ങളുടെ ഫലമായിട്ടാണ് LDFന് ഭരണം ലഭിച്ചത്. തുടർന്ന് UDFന് ഒരിക്കൽ കൂടി അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയർമാനാകുമെന്ന് ഏവരും കരുതിയിരുന്നു. പക്ഷേ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തിന് ക്ലെയിം വെക്കാൻ പോലും ജോസഫ് ഗ്രൂപ്പ് തയ്യാറായില്ല. ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിന്റെ കടന്നുവരവാണ് തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയതെന്ന് പാർട്ടി വിട്ടവർ പറയുന്നു. പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനിക്കുന്നത് അബുവും കൂട്ടരുമാണ്. നന്നായി പ്രവർത്തിക്കുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ ഓരോ വിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നത് പതിവായിരിക്കുകയാണ്. പുതുതായി വാഴിച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലെയ്സ് G വാഴയിൽ അബുവിന്റെ വിശ്വസ്തനാണ്. കഴിഞ്ഞ തവണ ജോസഫ് മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. അന്ന് സാമ്പത്തിക ആരോപണമടക്കം നേരിട്ട വ്യക്തിയുമാണ്. ജനപിന്തുണ ഉള്ള നേതാക്കളെ തഴഞ്ഞ് തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നത്. ഈ നില തുടർന്നാൽ കൂടുതൽ പേർ സമീപ ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ജോസഫ് വിഭാഗത്തിൽ അടിമുടി ഇപ്പോൾ വലിയ വിഷയങ്ങളാണ്. മകനെ അധികാര കസേരയിലേക്ക് എത്തിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ കേരള കോൺഗ്രസ് വിഘടിച്ച് ഇല്ലാതാകുന്നത് പോലെ വിഘടിപ്പിച്ച് ഇല്ലാതെയാക്കുവാൻ ഉള്ള ശ്രമമാണോ എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. കോട്ടയവും അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട മധ്യ കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമേറെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിന് ക്രൈസ്തവ വിഭാഗത്തിൽ കൃത്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ യാത്രക്കിടെ പലരെയും നഷ്ടപ്പെട്ടു. പലരും പാർട്ടി വിട്ട് പിണങ്ങിപ്പോയി. എന്തിനേറെ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം BJPയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പല കൊഴിഞ്ഞുപോകലുകൾ, പലതരത്തിലും പാർട്ടി തളർന്നു വീഴുന്നു. ഇനി എങ്ങനെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനോട് സീറ്റുകൾ ആവശ്യപ്പെടുക? മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി നിന്നിരുന്ന കേരള കോൺഗ്രസിന് എങ്ങനെയാണ് ശക്തമല്ലാത്ത രീതിയിൽ ഇനി മുൻപോട്ട് പോകുവാൻ സാധിക്കുക? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോസ് കെ മാണിയെ ഇനി കോൺഗ്രസ് ഇവർക്ക് പകരക്കാരായി ചേർത്ത് വയ്ക്കുവാൻ പോലും മടിക്കില്ല എന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും? അങ്ങനെയാണ് അത്രമേൽ ദുർബലപ്പെട്ട സാഹചര്യത്തിലൂടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.